ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ്. ഉണ്ണിത്തണ്ട് വെച്ചിട്ടൊരു ഉപ്പേരിയാണ്. ഉപ്പേരിന്ന തോരൻ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ നമുക്കിത് ഇവിടെ ഉണ്ണിത്തണ്ടാണ്, വേറെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഉണ്ണിത്തണ്ടെന്ന് പറയാം. ഇതാണ് ഉണ്ണിത്തണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ടിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അത് അടുക്കി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചെറുതായി അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പണ്ട് തൊട്ട് ഇവിടെ എങ്ങനെയാണിത് അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊരു നാര് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഉപ്പേരിയാക്കാൻ. ഒരു നാര് പോലത്തതുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ നാര്. അപ്പോൾ നമുക്കെല്ലാതും ഇങ്ങനെ ഇത് അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞെടുത്തതല്ലാതും കൂടെ ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞെടുത്തതൊക്കെ കൂടെ അടക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ നീളത്തിലരിയാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെയാണ് ഇത് അരിഞ്ഞെടുക്കുന്ന ഒരു രീതി. എല്ലായിടത്തും അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇവിടെ കുറേ നാളായിട്ട് ഇങ്ങനെയാണ് ഇന്നും അരിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് 2-3 തരത്തിൽ വെക്കാം. ഞാനിവിടെ തേങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. തേങ്ങ ചേർക്കാതെ വെറും പയറ് മാത്രം ഇട്ടിട്ട് വെക്കാം. പരിപ്പിട്ടിട്ട് വെക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ അധികം പയറിട്ടിട്ടാണ് വെക്കാറ്. തേങ്ങ ചേർക്കാതെ പയറിട്ടിട്ട് വെക്കാം. ഞാനിവിടെ തേങ്ങ ചേർത്തിട്ടാണ് പയറ് കൂടെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ പയറ് ഞാൻ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പയറും ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉണ്ണിത്തണ്ട് ഒന്നിച്ച് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ണിത്തണ്ട് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് രണ്ടും നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ പയർ കുറച്ച് നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ചൊരു ഉപ്പേരിയോ അല്ല, കുറച്ചൊരു കറി അങ്ങനെ ഒരു ടെക്സ്ചറിലാണ് എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 5-6 വിസിൽ ആണ് ഞാനെടുത്തത്. പിന്നെ ചില ഉണ്ണിത്തണ്ടിന് വേവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാക്കാം. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്തോട്ട് തേങ്ങ വേണം അതിനനുസരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 6-7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ മണമാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തരുന്നത്. ഇനി ആവശ്യത്തിലുള്ള വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം അധികം വേണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം. തിരിക്കും തോറും ഒന്നും കൂടെ കട്ടിയിട്ട് വരും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ അരപ്പൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് സാധാരണ കടുക് പൊട്ടിച്ചെടുക്കുന്ന പോലെ തന്നെ കടുകിട്ട് കൊടുക്കാം. പിന്നെ കുറച്ചധികം ഉണക്കമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഞാൻ എന്ത് താളിച്ചാലും കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് അത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കത് ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയാണിത്. നമുക്കിത് വെറുതെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചായയുടെ കൂടെ കഴിക്കാം. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുമാണ്. ഒരു നാടൻ ഫുഡാണ്. അപ്പോൾ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ണിത്തണ്ട് കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ ചേർക്കാതെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം.
അതും ടേസ്റ്റാണ്, തേങ്ങ ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ണിത്തണ്ടിൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.